ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനിപ്പോ ഗുഡ് മോർണിംഗ് പറയുന്നത് ഞാനിവിടെ രാവിലെ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ എത്ര മണിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നൊന്നും അറിയില്ല. അത് വെച്ച് ഗുഡ് ഈവനിങ് ആണെങ്കിലും ഗുഡ് ആഫ്റ്റർനൂൺ ആണെങ്കിലും എന്ത് വെച്ച് ഇത് എന്റെ ഈ ഗുഡ് മോർണിംഗ് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടാ. തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ട പോലെ തന്നെ എന്റെ ഡേ അവർ ലൈഫാണ്. അനുവിന്റെയും അതിന്റെയും എന്റെയും ചേട്ടൻ ഓൾറെഡി ഡ്യൂട്ടിക്ക് പോയി. അപ്പൊ രാവിലെ എഴുന്നേറ്റ് നോ ഫിൽറ്റർ നോ മേക്കപ്പ് ആണ് കേട്ടാ. കാരണം രാവിലെ എഴുന്നേറ്റ് ഒന്ന് ബ്രഷെല്ലാം ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടിരിക്കുന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. ഇത് കുറച്ച് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ബാക്കി 2 ഡേ ഇൻ മൈ ലൈഫ് കണ്ടവർക്ക് അറിയുമായിരിക്കും. ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക എന്നുള്ളതായിരുന്നു എന്റെ മെയിൻ ആയിട്ട് ഇപ്പൊ വെക്കേഷനിലെ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ എവിടെയും പുറത്തേക്ക് പോയി ഇത്ര മാത്രം. അന്നേരം ഇന്ന് ഞാൻ കുറച്ചൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ളതെല്ലാം ഞാൻ പറയാം കേട്ടാ, പുറകെ പറയാ. ഇന്നിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അനുവാദി ഓൾറെഡി എണീച്ചു, ബ്രഷ് ചെയ്യാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഓൾറെഡി ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന അറിഞ്ഞു ഒരു നമുക്ക് പ്ലാൻ ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ സാമ്പാർ ഉണ്ടാക്കിയിട്ട് രാവിലെ തന്നെ സാമ്പാറോട് ഒരു മൽപ്പിടുത്തം നടത്തണ്ടെന്ന് പറഞ്ഞിട്ട് രാത്രി സാമ്പാർ ഉണ്ടാക്കിനി. അത് കുറച്ച് എടുത്ത് ബാലൻസ് അല്ല, ഞാൻ ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് മീൻസ് അത് ചൂട് കുറച്ച് പോയ ഉടനെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിനി. അന്നേരം അതുണ്ട്. പിന്നെ ഇനിയിപ്പം ദോശയോ അങ്ങനെ എന്തെങ്കിലും ആക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി അങ്ങ് കഴിയുമല്ലോ. ബാക്കിയുള്ളത് അത് കഴിഞ്ഞിട്ട് വേണം എന്റെ ബാക്കിയുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഡേ തുടങ്ങാൻ വേണ്ടിയിട്ട്. ആ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നില്ല, അത് ഞാൻ അങ്ങനെ സർപ്രൈസ് ആയിട്ട് വെക്കുന്നൊന്നുമില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് എല്ലാവരും കാണുന്നതിൽ ആരെങ്കിലും 1-2 ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും, ഓ എന്ത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യം കുറിച്ച് എന്തായാലും അത് പറഞ്ഞേക്കാന്നുള്ളത്. ഇവിടെ ഇരുന്നിട്ട് തന്നെ പറഞ്ഞേക്കാം. ഇനി അടുക്കളയിൽ പോയിട്ട് അത് ചൂടെടുത്തിട്ട് പറയുന്നതിന് കേട്ട് നല്ലത് റൂമിൽ ഇരുന്നിട്ട് തന്നെ പറയുന്നതല്ലേ. അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഈ ബിൽഡിംഗ് ഒരു 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോന്ന് പെയിന്റ് അടിക്കല് പൊതുവേല്. അങ്ങനെ ഈ വർഷം പെയിന്റ് അടിക്കുന്നതിനെല്ലാം കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ വരുന്ന സമയത്ത് എനിക്ക് ഈ റോളർ വെച്ചിട്ട് പെയിന്റ് അടിക്കുന്നത് കാണാൻ ഒരു ഇഷ്ടമാണ്. അന്നേരം നമുക്കിങ്ങനെ ബാക്കിയുള്ളവര് പെയിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്താലോ എന്നുള്ളത് നമുക്ക് തോന്നുമല്ലോ. അന്നേരം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, എന്നാ പിന്നെ ഒരു പണിയാക്കാം, ഞാൻ ചെയ്യട്ടെ ഈ വർഷം. എന്തായാലും നമ്മ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മ താമസിക്കുന്ന ഒരു വീട്ടിൽ നമ്മൾ തന്നെ അടിച്ചുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നം ചിലപ്പം പെർഫെക്റ്റ് ആയിരിക്കൂല. എന്നാലും നമ്മ ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മ താമസിക്കുന്ന വീടല്ലേ. അന്നേരം ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, അത് എനിക്ക് തോന്നുന്നതാണ്. പിന്നെ അത് അവര് അടിക്കുന്നത് കാണുമ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിന്റെ പുറത്ത് തോന്നുന്നത്, അത് വർക്ക്ഔട്ട് ആവൂല, വെറുതെ എന്തിനാന്ന് പറയുമ്പോൾ ഞാൻ എന്നാ അതെല്ലാം സിമ്പിൾ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എന്റെ കുഴി തോണ്ടിന്ന് പറയില്ലേ അതുപോലെ. എന്നിട്ട് ചേട്ടനാ എന്നാ പിന്നെ ഓക്കെ നീ ട്രൈ ചെയ്ത് നോക്ക്. ഇനിയിപ്പം ബോറടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തോ, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. എന്റെ ആ ഒരു ത്രില്ല് കണ്ടിട്ട് മാത്രം ചേട്ടൻ പറഞ്ഞു ആ ഓക്കെ കുഴപ്പമില്ല നല്ലൊരു രീതിയിലാണ് ഉണ്ടായതേ. എത്രത്തോളം വർക്ക്ഔട്ട് ആവും ഒന്നും അറിയുന്നുണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ആ ഒരു ഞാനായിട്ട് എനിക്കൊരു കുറച്ച് താല്പര്യമില്ല സ്ഥിതിക്ക് ഞാൻ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയത്. പിന്നെ ആദ്യം തന്നെ ഈ സംഭവം വെച്ച് ഇത് എങ്ങനെയാ ഓപ്പൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാ മിക്സ് ചെയ്യേണ്ടതെന്നോ, പിന്നെ ചേട്ടനെ കുറച്ച് ഇതില്ലതുകൊണ്ട് ചേട്ടൻ അത് മിക്സ് ചെയ്യേണ്ട രീതിയും വാട്ടർ പെയിന്റ് ആയിരുന്നു. അന്നേരം സാധാരണ വലിയ ബുദ്ധിമുട്ടില്ല, സ്മെല്ലില്ല, അങ്ങനെയുള്ള രീതിയിലുള്ള പെയിന്റാണ് ഉണ്ടായത്. നമ്മ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അത് തന്നെയാണ്. കാരണം റൂമിന്റെ ഉള്ളിൽ കുറച്ചും കൂടി നല്ലത് അത് തന്നെയാന്ന് വിചാരിച്ചിട്ട്, അല്ല അത് തന്നെയെന്ന് മീൻസ് ആ സ്മെല്ലങ്ങ് ഒഴിവായി കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് തന്നെയാ വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ അങ്ങനെ മിക്സ് ചെയ്ത് കാണിച്ചു തന്നു. പിന്നെ ഡ്രസ്സ് ഇത് നമ്മൾ ഈ ആദ്യമായിട്ട് മീൻസ് ചെയ്യുന്ന നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാന്ന് ഏതാന്നൊന്നും. ഞാൻ നല്ലൊരു ഫ്രോക്ക് നൈറ്റി ഞാൻ സ്റ്റിച്ച് ചെയ്തൊരു ഫ്രോക്ക് നൈറ്റി ഉണ്ടായിന്. അപ്പൊ അത്രയും ആയിട്ടും അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിട്ട് അതെടുത്ത് കൊണ്ടുവന്ന ഉടനെ മിക്സ് ചെയ്യുന്നതില് ഞാൻ അങ്ങോട്ട് 2 റൗണ്ട് നടക്കുന്ന സമയത്ത് ഈ പെയിന്റിന്റെ ബക്കറ്റില് ഫ്രോക്ക് നൈറ്റിന്റെ അടിവശം ഡിപ്പായി അത് ഫുള്ള് പെയിന്റ് ആയി. അതോടുകൂടിയിട്ട് ആ ഒരു ഡ്രസ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പിന്നെ ചേട്ടൻ പറഞ്ഞു ഇത് ഒഫീഷ്യലി നിന്റെ പെയിന്റിങ് ഡ്രസ് ആയിട്ട് കണക്ക് കൂട്ടിക്കോന്ന് പറഞ്ഞു. പിന്നെ ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ എല്ലാം ചെയ്തത്. ഏകദേശം ഒരു 99% കംപ്ലീറ്റ് ആയി. ഇനി ഒരു 99 ഒരു 98% കംപ്ലീറ്റ് ആയി. ഒരു 2% മാത്രമേ ഉള്ളൂ. അതായത് ഒരു ചുമര് മാത്രമേ ഇനി അടിക്കാൻ വേണ്ടിട്ട് ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഇതിപ്പോ ഞാൻ ഈ ബാക്കിൽ കാണിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഞാൻ ഓൾറെഡി ഫിനിഷ് ചെയ്തതാണ്.
ഇപ്പൊ ഇപ്പൊ ഈ വീഡിയോയില് നിങ്ങൾക്ക് എവിടെയും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. ശരിയാണ്, 100% ശരിയാണ്. കാരണം എനിക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജും ഇല്ല. എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത് മീൻസ് 2 പ്രാവശ്യം ഇത് റോൾ ചെയ്യുന്ന സമയത്തല്ലേ ഇപ്പൊ ടെക്നിക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ടെക്നിക്ക് മനസ്സിലാവുന്നത്. ആദ്യം അടിക്കുന്ന സമയത്ത് ആദ്യം അടിച്ച ഒരു കളറ് പിന്നെ ഡാർക്കായി പിന്നെ ലൈറ്റ് കളർ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷെ അത് ഉണങ്ങി കഴിയുമ്പോൾ അത് കറക്റ്റ് കളർ വരുന്നത്. നമ്മൾ അടിക്കുന്ന സമയത്ത് അതിന്റെ ലൈറ്റ് ഷെയ്ഡ് മാത്രമേ വരുള്ളൂ. അന്നേരം ഞാൻ വിചാരിക്കും ഓക്കെ അയ്യോ ഇത് പണി പാളി, സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിച്ചെടുത്ത് പിറ്റേ ദിവസം ആ റിസൾട്ട് കാണുമ്പോൾ ഞാൻ ഷോക്കായി. കാരണം ഓക്കെ കുഴപ്പമില്ല, മീൻസ് ഒരു ബേസിക് ആയിട്ട് ഒന്നും ഇതിനെ കുറിച്ച് നോളജ് ഇല്ലാത്തവര് നിങ്ങൾ ഇത് കേൾക്കുമ്പോ വിചാരിക്കും ഇതെല്ലാം വെറും സിമ്പിളാണ്, ശരിയാണ്. പക്ഷെ ഇത് അറിയാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു ടെൻഷൻ, അത്രമാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുമല്ല ലാസ്റ്റ് ആ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടാ. പിന്നെ സ്റ്റാർട്ടിങ് ഒരു ബെഡ്റൂം എന്നാ തുടങ്ങിയിട്ടുണ്ടായത്. ഇത് ചെയ്യുന്ന സമയത്ത് സാധാരണ ഇത്രയുള്ള സ്ലീവിൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് ചെയ്തത്. ഇത് ഈ റോളർ വെച്ചിട്ട് മുകളിലോട്ട് അങ്ങ് അടിക്കുന്ന സമയത്ത് കൈ നിറയെ പെയിന്റ് ആയി. പിന്നെ ഞാൻ ചിന്തിച്ചത് ശരിയാണ്, നാട്ടിലെല്ലാം പെയിന്റ് ചെയ്യുന്ന ഏട്ടന്മാരെല്ലാം ഈ ഫുൾ കൈ ഷർട്ടെല്ലാം ഇട്ടിട്ടാണ് ചെയ്യല്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതാണ് സംഭവം. പിന്നെ ഓൾറെഡി എന്റെ ഡ്രസ്സിന് ആയതുകൊണ്ട് ഞാൻ പിന്നെ വേറൊരു ഡ്രസ്സ് എടുക്കാനോ പിടിക്കാനോ നിന്നിട്ടില്ല, അത് തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ കഴുകിയാ പോകുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വലിയ തിന്നർ വെച്ചിട്ട് കഴുകിയോ അല്ലെങ്കിൽ അതൊന്നും ഇല്ല. അതുകൊണ്ട് വെള്ളത്തോടെ തന്നെ കഴുകിയാ പോകുന്നുണ്ട് കേട്ടാ. അതുകൊണ്ട് പിന്നെ എനിക്ക് അത്ര വലിയ ഞാൻ അതിനെ കുറിച്ച് ബോധേഡായിട്ടില്ല. ആദ്യം നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും കൈക്ക് പറ്റിയാൽ പോകുമോന്നുള്ളതല്ലേ. പിന്നെ ഏകദേശം അതിന്റെ ഒരു ഇരിപ്പുവശം നോക്കി നമ്മ അങ്ങനെ രണ്ടാളും കൂടി ഞാനും പെയിന്റും തമ്മിൽ അങ്ങ് ഒരു ഇതെന്ന് പറയല് ചേർന്ന് അങ്ങനെ പോയി. പിന്നെ അതൊരു രസം തന്നെയായി. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ദിവസം കണ്ടിന്യൂസ് അടിച്ചു. ഇന്നലെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇന്നലെ ഞാൻ ഹാളാണ് ചെയ്തത്. അന്നേരം ഡൈനിങ് ടേബിൾ ആയാലും ബാക്കിയുള്ളത് ഞാൻ തുടങ്ങി വെച്ചത് ഞാൻ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അതിൽ വേറൊരാളെ ഇന്ററപ്റ്റ് ആക്കണ്ട എന്നുള്ളൊരു എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് ആയതുകൊണ്ട് അങ്ങനെ ചേട്ടനോട് അങ്ങനെ ചെയ്യണ്ട ചേട്ടാ, ഇങ്ങനെ ഞാൻ തന്നെ ചെയ്തോളാം എന്നുള്ളത് ഒരു ഇതുണ്ട്. മീൻസ് നമ്മ ചെയ്യുന്നത് നമ്മ തന്നെ ചെയ്യാലോ, അത് വേറൊരാൾക്ക് ഡിസ്റ്റർബ് ആക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഞാൻ തന്നെ മിഞ്ഞാന്ന് ഇത് സാധനങ്ങളെല്ലാം ഫർണിച്ചേഴ്സ് എല്ലാം മാറ്റി വെച്ച് അതെല്ലാം കവർ ചെയ്ത് ബാക്കിയിലെ പെയിന്റിങ് എല്ലാം അടിച്ചത്. അന്നേരം അതിന്റെ ആണോന്ന് അറിയില്ല, ഒരു ചെറുതായിട്ട് ബോഡി പെയിൻ ഇന്നലെ ഉണ്ടായിരുന്നു. കാരണം ഷോൾഡർ പെയിനും ബോഡി പെയിൻ. അന്നേരം ഞാൻ പിന്നെ ഓൾറെഡി രാത്രി ആകുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ആയതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും പോട്ടെ, ഞാൻ ഇന്നൊന്നും ചെയ്യുന്നില്ല. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസമായി ഉച്ചക്കത്തെ ഫുഡ് പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. അന്നേരം അതെല്ലാം കൊണ്ട് എനിക്ക് ശരിക്കും നമ്മ വിചാരിക്കും പുറത്തുനിന്നല്ല എന്ത് സുഖം, വീട്ടിലത്തെ ഫുഡ് തന്നെ കഴിക്കും, നമുക്ക് അങ്ങനെ തോന്നുമല്ലോ. 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബിരിയാണി പൊതിച്ചോറ് ഇതെല്ലാം കഴിക്കുമ്പോൾ നമ്മൾ മടുക്കും ഗൈസ്. എന്നിട്ട് ആ സാധനം അനുവിനധികം മടുത്തു, എനക്കും മടുത്തു. ഞാൻ പിന്നെ വിചാരിച്ചു ഇന്നലെ നന്നായിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കി ഫുഡെല്ലാം കഴിച്ച് കിടന്നുറങ്ങി റെസ്റ്റ് എടുത്തു ഇന്നലെ. ബാക്കിയില്ല പെൻഡിങ് ഇല്ല ഒരു വാളിന് ഇന്ന് പെയിന്റ് ചെയ്യണം. അന്നേരം ഇത് ഓൾറെഡി അജയേട്ടൻ പറഞ്ഞു എനിക്ക് ഏടെ ബോറടിക്കുന്നു അല്ലെങ്കിൽ ഏടെ മടുപ്പ് വരുന്നു ആടെ നിർത്തിക്കുന്നുള്ളത്. പക്ഷെ എനക്കൊരു എന്തോ ഒരു പെണ്ണുങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ഒന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ എല്ലാം പെണ്ണുങ്ങളെ കൊണ്ട് പറ്റും, ശരിയാണ്. പക്ഷെ ഞാൻ അങ്ങനെ എന്റെ കാര്യം വെച്ച് നോക്കുന്നതുകൊണ്ട് എല്ലാം എന്നെ കൊണ്ട് പറ്റണമെന്നില്ല. പക്ഷെ ഇത് എനിക്ക് ചെയ്യണം എന്നുള്ളത് കാരണം അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എവിടെയെങ്കിലും വലിയ പെയിന്റ് അടിച്ചിട്ട് എന്നിട്ട് എന്തെന്നത് തോന്നും ചിലപ്പോ. അന്നേരം എന്നാലും നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്കിപ്പം വേറെ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഒരാൾ കുറ്റം പറയാത്തൊരു രീതിയിൽ ഫിനിഷ് ചെയ്യണം എന്നതിൽ മാത്രമേ ഉണ്ടായിട്ടു കേട്ടാ. പിന്നെ അങ്ങനെയാണ് സംഭവം. അന്നേരം ബാക്കിയില്ലേ ഇത് ഇന്ന് ചെയ്യണം, ഇന്നത്തോടു കൂടി കഴിയും. കുറച്ച് പെയിന്റ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു, അതെല്ലാം വാങ്ങിച്ച് സെറ്റ് ആക്കിയിട്ട് ഉണ്ട്. അന്നേരം അതെല്ലാം വെച്ച് ഇന്ന് ബാക്കിയുള്ളത് അന്നേരം പൂജാമുറിന്റെ സ്റ്റാൻഡ് വിളക്ക് വെക്കുന്ന ആ സ്റ്റാൻഡെല്ലാം മാറ്റിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട്. ബാക്കിയുള്ളത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുക. എങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്ത് വെക്കല് പിടിക്കല് അതാണ് ഒരു മെനക്കേട്. ശരിക്കും പറഞ്ഞാൽ ഒഴിഞ്ഞൊരു റൂം നമുക്ക് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല കേട്ടാ. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് പെയിന്റ് ചെയ്യാൻ വരുന്നവർ അവര് പെയിന്റ് ചെയ്യും പോവും. പക്ഷെ നമ്മളങ്ങനെയല്ലോ, നമ്മ തന്നെ പെയിന്റ് ചെയ്യണം, നമ്മ തന്നെ ക്ലീൻ ചെയ്യണം. ഞാനിങ്ങനെ ഒരു വാള് പെയിന്റ് ചെയ്ത് ഉടനെ ആ സൈഡിൽ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടാണ് ചെയ്യുന്നത്, ഒരു പഴയ ബെഡ്ഷീറ്റെല്ലാം വിരിച്ചിട്ട് അങ്ങനെയാ ചെയ്യുന്നുണ്ടായത്. അന്നേരം ആ ഒരു പെയിന്റ് ചെയ്ത ഉടനെ ഞാൻ ആ ഒരു സൈഡ് അങ്ങ് ക്ലീൻ ചെയ്യും. കാരണം ലാസ്റ്റ് എല്ലാം കൂടി ചെയ്യാൻ പറ്റാനുള്ളൊരു ഇത് ഉണ്ടാവൂല, നമ്മ ടയേർഡാവും ചിലപ്പം. അന്നേരം അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ വിചാരിച്ചു അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് ബാക്കിയുള്ളതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇതെല്ലാം ഇനി അറേഞ്ച്മെന്റും അതും ഇതെല്ലാം ഉണ്ടത്ര കുറച്ച്.
ബാക്കിയിലെ സംഭവങ്ങളിൽ നമുക്ക് എന്തായാലും വീഡിയോയിൽ കാണാം കേട്ടാ. അന്നേരം ഞാൻ ഒരു പുതിയൊരു പണിക്കുപ്പായി ഇന്ന് ഇറക്കുന്നുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പഴയ പണിക്കുപ്പായം നിറയെ പെയിന്റ് ആയി. അതൊരു പേർപ്പിൾ കളർ ഡ്രസ്സ് ഉണ്ടായി, അത് ഫുള്ള് വൈറ്റ് ആയി കേട്ടാ. കാരണം നമുക്കിത് ഒരു ഐഡിയ, ഞാനിത് ഇതിലേ പോകുന്ന സമയത്തെല്ലാം ഇതിങ്ങനെ മുങ്ങിപ്പോകുന്നത്, അല്ലെങ്കിൽ ഫുള്ള് പെയിന്റ് ആണ്. എന്നാലും അത് മാത്രല്ല, അനുവിന്റെ അധികം വജേട്ടൻ ഒരു കുഞ്ഞു കുഞ്ഞു 2 റോളർ മേടിച്ചു കൊടുത്തിട്ടുണ്ടായി. എന്തായാലും വെക്കേഷൻ അല്ലേ, അടിപൊളി ആവട്ടെ എന്നുള്ള രീതിയിൽ. അനുവാദി ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഇവരെ ഡിസ്മിസ് ചെയ്തു, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ ഒരു മൂലക്ക് പെയിന്റിന്റെ ബക്കറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, അവര് അത് അതിൽ നിന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു മൂലക്കേക്ക് പോയിട്ട് ഇവിടെ പെയിന്റ് അടിക്കും. എന്നേരം ഈ പെയിന്റ് നിലത്തിങ്ങനെ ഉറ്റി 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 ഉറ്റിയിട്ട് അതടിക്കേ, തിരിച്ച് നടന്നു വരല് ഈ പെയിന്റ് ഉറ്റിയ അതിലെന്നെ ചവിട്ടിക്കൊണ്ട് കാലില് മൊത്തം പെയിന്റ് ആവും, ഫ്ലോർ നിറയെ പെയിന്റ് ആവും. ഈ പറഞ്ഞ ഞാനാണെങ്കിൽ ഒരു ഫുൾ ഫ്ലോർ വിരിച്ചിട്ടൊന്നുമില്ല, ഞാൻ ആ പെയിന്റ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം തുണി വിരിച്ച് പെയിന്റ് ചെയ്ത് വീണ്ടും തുണി അങ്ങോട്ട് മാറ്റി അങ്ങനെയാ ചെയ്യുന്നത്. ഇവരന്നേരം ഈടുന്നെടുത്തപ്പുറം. അന്നേരം ഞാൻ അതിനോട് പറഞ്ഞു, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ പോയി TV കണ്ടോ, നിങ്ങൾ ആ ഒരു ഉപകാരം മാത്രം ചെയ്ത് തന്നാൽ മതി. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യുമ്പോൾ നല്ല ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. കാരണം എനിക്കിത് ക്ലീൻ ചെയ്യലാണ് ഏറ്റവും, പെയിന്റ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ ക്ലീൻ ചെയ്ത് എനിക്കിങ്ങനെ മതിയായി പറയില്ലേ. നമുക്ക് കഴുകിയാൽ പോകുന്നു, എന്നാലും കുറച്ച് നന്നായിട്ട് കട്ടിയിൽ ഉറ്റിയതാണെങ്കിൽ നമ്മ ഇങ്ങനെ കുറച്ചൊരു പ്രസ് ചെയ്തിട്ട് നമ്മ കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നുണ്ട്. അന്നേരം ബാക്കിയുള്ള 2 ദിവസങ്ങളിൽ അനുവാദം ഇല്ലാത്തത് കൊണ്ട് ഫ്ലോർ അധികം വലിയ അലമ്പുണ്ടായില്ല. നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. അങ്ങനത്തെ സംഭവം. അന്നേരം പിന്നെ ഇന്ന് എന്തായാലും നിങ്ങളെയും കൂടെ കൂട്ടാം. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ എല്ലാം റെഡിയാക്കിയിട്ട് ബാക്കിയിൽ നമുക്ക് തുടങ്ങാട്ടെ എന്തായാലും. ഓക്കെ, ഇതാണ് ആ ഒരു ഡിഫറൻസ് കേട്ടാ. അന്നേരം നമുക്ക് ഇനിയിപ്പം ഈ ഒരു പോർഷനാണ് അടിക്കാൻ ബാക്കിയുള്ളത്. അത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഈ ഒരു പോർഷൻ നമുക്ക് ഈ സ്റ്റാൻഡെല്ലാം മാറ്റിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അനുവിനെ അധികം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് കൊടുത്തുവേ. ഞാൻ ബേബി ദോശ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു ദോശ ചുട്ട് കൊടുത്തിന്. സാധാരണ ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ദോശയൊന്നും ഇഷ്ടമൊന്നുമല്ല. ഇപ്പം ഈ കാണിക്കുന്നത് വീഡിയോക്ക് പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടാ. അന്നേരം അങ്ങനെ ഓൾറെഡി സാമ്പാറിലുകൊണ്ട് സാമ്പാറും നല്ലോണം നെയ്യെല്ലാം ഒഴിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ദോശ ഇട്ടിട്ട് കൊടുത്തിനേ. അന്നേരം അത് രണ്ടുപേരും കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ അപ്പുറത്തെ റൂമിലേക്ക് പോയിട്ടിരിക്കാൻ പറഞ്ഞു ഞാൻ. അങ്ങനെ പിന്നെ ഞാനും 2 ദോശയും ഒരു ഗ്ലാസ് കട്ടൻ ചായ എല്ലാം ആക്കിയിട്ട് ഞാനും ചായ കുടിക്കാനിരുന്നു. കുറച്ച് നേരത്തെയാണ് കേട്ടോ രാവിലെ, അല്ലെങ്കിൽ വെക്കേഷനിൽ കുറച്ച് ലേറ്റ് ആവലുണ്ട്. ഇത് പിന്നെ രാവിലെ പണിയൊന്ന് ഉച്ചയാകുമ്പോൾ പണി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയല്ലോ വെച്ചിട്ടാണ് കേട്ടാ. അപ്പോൾ നമ്മൾ എല്ലാവരും ചായ കുടിച്ചു കേട്ടാ. അന്നേരം അനുവിനെ ആദ്യം ഹാളിൽ നിന്ന് നേരെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരാടി ഇന്നൊരു ടാബ് നോക്കുന്നുണ്ട്, അതാകുമ്പോൾ കുറച്ച് സമയം അനങ്ങാണ്ടിരുന്നോളും. അന്നേരം അതിനുള്ളിൽ നമുക്ക് ഈ ബാക്ക് സൈഡ് കേട്ടാ, ഈ സൈഡ് കവർ ചെയ്തതാണ്. വലിയ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും തോന്നില്ല, അടുത്തേക്ക് പോകുമ്പോൾ മനസ്സിലാവില്ല. അങ്ങനെ ഫുള്ള് കച്ചറയൊന്നും ആയില്ല, എന്നാലും നമ്മളൊരു ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഷെയ്ഡ് മാറിയിട്ടുണ്ട് എന്നേ. അന്നേരം നമുക്ക് എന്തായാലും ഈ ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് വേറൊരു ഡ്രസ്സ് ഇടാം. എൻ്റെ ശരിക്കും ആക്ച്വൽ ഞാൻ 2-3 ദിവസമായി കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്ന ഡ്രസ്സ് ഫുള്ള് പെയിൻ്റ് ആയിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വിചാരിക്കുന്നത് ഒരു പോലെ. അതുകൊണ്ട് അപ്പം ഞാൻ അധികം യൂസ് ചെയ്യാത്ത, എനിക്ക് അത്ര കംഫർട്ടബിൾ ഇല്ലാത്ത ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഒരു പഴയ പാൻറ്റും എടുത്തിട്ടുണ്ട്. അതാവുമ്പം നല്ലത് ഇട്ട് കഴിഞ്ഞാൽ വെറുതെ പോകുമല്ലോ, ഇതാവുമ്പം പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തായാലും പണിക്കുപ്പായി ഇട്ട് വന്ന് നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഇതാണ് ഞാൻ ആ പറഞ്ഞ കുപ്പായോട്ടാ, കംഫർട്ടബിൾ അല്ലാത്തൊരു കുപ്പായം, ഒരു പാക്രാസ് കുപ്പായാണേ. അതെന്താ പറയുക, ലൂസ് കുപ്പായാണ് ഇത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം മറ്റേ ഇട്ടിട്ടു, എനിക്കത് ഇട്ടേരം തൊട്ടിട്ടേ എന്തോ പോലെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് യൂസ് ചെയ്തിട്ടേ ഉണ്ടായിട്ടില്ല കേട്ടാ. ഇതാവുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല, കൈ ഇത്ര വരെ ഉണ്ട്, എന്തായാലും ഇത്ര വരെ ഫുള്ളായിട്ട് പെയിൻ്റ് ആവും. എന്തായാലും ഇതാണ് ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന എൻ്റെ പെയിൻറ്റിങ് ഡ്രസ്സ്. ഇനി സാധനം നമുക്ക് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യണം. ബാക്കിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യണം. ആ പൂജ സ്റ്റാൻഡൊക്കെ മാറ്റണം, അതിലെ ഫോട്ടോസൊക്കെ മാറ്റണം, വിളക്കൊക്കെ മാറ്റണം. അതെല്ലാം സേഫായിട്ടൊരു സ്ഥലത്ത് വെക്കണം. എന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ സാധാരണ പ്ലെയിൻ ഏരിയയിൽ ചെയ്യുന്നതിനെയും കാട്ടി കുറച്ചും കൂടിയും താല്പര്യക്കുറവ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ചെയ്യാനാണ്. ഇതാകുമ്പോൾ എടുത്ത് വെക്കണം, പിന്നെ വീണ്ടും തിരികെ പ്ലേസ് ചെയ്യണം. ഇനി അധികം സംഭവങ്ങളൊന്നുമില്ല. ഈ സോഫ മാറ്റണം, ആ ഷൂറാക്ക് വരുന്നത് ഫുള്ളായിട്ട് മാറ്റണം, അങ്ങനെ പിന്നെ ഇതും അത് മാറ്റണം. അതിന് കവർ ചെയ്യണം. അതിൽ എനിക്ക് തോന്നുന്ന നടുക്കത്തെ സാധനം, നടുക്കത്തെ ഒരു പൂജേൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്.
അത് അത് എടുക്കാൻ കുറച്ച് പണിയാണ്. അത് കുറച്ച് വെയിറ്റുള്ളതാണ്. അത് നന്നായിട്ട് നല്ല വൃത്തി ഫിക്സ് ചെയ്തതാണ് അവിടെ. നല്ല വെയിറ്റും ഉണ്ട് അത്. അതെടുക്കാൻ സാധ്യത കുറവാണ്. അന്നേരം നമുക്ക് അതിനെന്തെങ്കിലും തുണിയാറ്റം വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. എന്തായാലും നോക്കാം കേട്ടോ. ഓക്കെ. ഈ സാധനങ്ങളെല്ലാം മാറ്റി വെക്കൽ കുറച്ച് ഡിഫിക്കൽട്ടുള്ള കാര്യമാണ് കേട്ടാ. കാരണം ഇതെല്ലാം മാറ്റി വെച്ച് പെയിന്റ് ചെയ്ത് അല്ല അത് കവർ ചെയ്ത് പിന്നെ പെയിന്റ് ചെയ്ത് പിന്നെ വീണ്ടും ഇത് അറേഞ്ച് ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ പെയിന്റ് അടിക്കാൻ വരുന്നവരാണെങ്കിൽ അവർക്ക് അത് മാത്രം ചെയ്തിട്ട് പോയാൽ ബാക്കിയെല്ലാം വീട്ടിലുള്ളവർ ചെയ്യുമല്ലോ. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് എനിക്ക് ഈ ഹാൾ അടിക്കുന്ന സമയത്ത് കുറച്ചൊരു പണിയായിട്ട് ഫീൽ ചെയ്തിന്. പിന്നെ എന്തായാലും ഞാൻ തുടങ്ങി വെച്ചത് ഞാൻ തന്നെ തീർക്കണം എന്നുള്ളൊരു വാശി എനിക്ക് ഉണ്ടായിന്. അനുവാദി ഇങ്ങനെ ചുമരില് കുറേ ദൈവത്തിന്റെ പിക്ചറെല്ലാം വരച്ചിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായി. മാക്സിമം അത് ഞാൻ കീറാതെ എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ അത് കീറിപ്പോയേ. നന്നായിട്ട് പശയെല്ലാം തേച്ചിട്ട് ഒട്ടിച്ചു വെച്ചതാണ്. പിന്നെ ഇങ്ങനെ ഈ വണ്ണാമ്പലയില്ലേ, ചെലന്തി വലയായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഇവിടെ ഉണ്ടാവല് കുറവാണ് കേട്ടാ. എല്ലായിടത്തും ഉണ്ടോ എനിക്കറിയില്ല. ഇവിടെ അങ്ങനെ അധികം ചെലന്തി വലയോ അങ്ങനെയൊന്നും ഉണ്ടാവല് വളരെ കുറവാണ്. ചെറിയൊരു പൊടിയാണൊക്കെ ഉണ്ടാവുന്നതല്ലാണ്ട്. അന്നേരം അതെല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്തു ആദ്യം. എന്നിട്ട് ഫുൾ അടിച്ചു വാരി സോഫയെല്ലാം ഒന്ന് കവർ ചെയ്ത് വെച്ചുവേ. പിന്നെ പെയിന്റെല്ലാം മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആദ്യം അവിടെ കുറച്ച് എണ്ണയൊക്കെ മറിഞ്ഞിട്ടുണ്ടായിന് വിളക്ക് വെക്കുന്നത് അല്ലേ. അതെല്ലാം ഒന്ന് വൈപ്പ് ചെയ്തിട്ട് കളഞ്ഞു. വൈപ്സ് എടുത്തിട്ട് തന്നെ. പിന്നെ ഞാൻ എൻ്റെ പണി അങ്ങ് തുടങ്ങി. പക്ഷെ ആദ്യം നമ്മൾ അങ്ങനെ അടിച്ചു പോകുന്ന സമയത്ത് അവിടെയെല്ലാം ആ ഒരു കളറെല്ലാം കണ്ട അതൊന്നും നമുക്ക് മായാത്ത പോലെ തോന്നും. അന്നേരം പക്ഷെ നമ്മൾ അതിൽ എന്തെന്ന് പറയാ തളരരുത്. കാരണം അത് നന്നായിട്ട് ഉണങ്ങുന്ന സമയത്ത് അത് കുറഞ്ഞോളും. ഫസ്റ്റ് കോട്ടിൽ അങ്ങനെ എല്ലാം അങ്ങനെ മായണമെന്നില്ല. മായണം മീൻസ് നന്നായിട്ട് ഫിനിഷിങ് നമുക്ക് തോന്നൂല. ഡബിൾ കോട്ട് അടിച്ചു കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ ഫിനിഷിങ് കാണാൻ പറ്റുള്ളൂ. അന്നേരം ആദ്യത്തെ അടിക്കുന്ന സമയത്ത് ഇപ്പം ഞാനായാലും ആ സമയത്ത് എനിക്ക് ആകെ ഡൗൺ ആയി. ഞാൻ വെച്ചാൽ എന്നെ കൊണ്ട് പറ്റിയ കൂട്ടിയാൽ കൂടുന്നതല്ല എന്ന് വിചാരിച്ചിന്. പിന്നെ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഉണങ്ങുന്ന സമയത്താണ് ഓക്കെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ കളറ് ശരിക്കും നമുക്ക് വൈറ്റ് ആ ഒരു ബ്രൈറ്റ്നെസ്സോട് കൂടി കിട്ടുന്നത് കേട്ടാ. അന്നേരം ആദ്യം ഇതടിച്ച് ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം വീണ്ടും ഡബിൾ കോട്ട് അടിച്ചു കേട്ടാ. അങ്ങനെ ഓൾമോസ്റ്റ് കഴിഞ്ഞുവേ. കൈയെല്ലാം വാഷ് ചെയ്ത് എന്നാലും ഉണ്ടത്രേ നന്നായിട്ട് വാഷ് ചെയ്യണം. മുടിക്കൊക്കെ ഉണ്ട് മുഖത്തും എല്ലാം ഉണ്ടായിന്. അതെല്ലാം വാഷ് ചെയ്തു. ഫുഡ് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരിപ്പം കൊണ്ടുവരും. അന്നേരം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഫുഡ് കൊണ്ടുവരുന്ന ആളാ. ഓക്കെ. ഞാൻ ഇതാ അടിച്ചത് കാണിച്ചു തരാം. ഫുള്ള് കച്ചറ തന്നെ കേട്ടാ. കണ്ട നിലത്തുള്ള ഫുള്ള് കച്ചറ തന്നെ. ഞാൻ ഫ്രണ്ട് ക്യാമറ ഓണാക്കി കാണിച്ചു തരാം കേട്ടാ. അത്ര വലിയ പെർഫെക്റ്റ് ഒന്നും അല്ല, എന്നാലും എന്താ ഏകദേശം കുറച്ച് ഇത് ഇവിടെയെല്ലാം അവിടെയെല്ലാം കുറച്ച് അവിടെയെല്ലാം കുറച്ചുണ്ട് കേട്ടാ. എന്നാലും ഏകദേശം ഒപ്പിക്കാം. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അടിച്ചിട്ടുണ്ട്. മുകളിൽ ഞാൻ അടിച്ചിട്ടില്ല കേട്ടാ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തല്ലേ, വേറെ ആരും പേടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ചെറുത് ഇവിടെയെല്ലാം ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യണം. ഇവിടെയെല്ലാം ബ്രഷ് ഉപയോഗിച്ച് ചെയ്യാനുണ്ട്. ഞാനൊരു ഒന്ന് ഹൈഡ് ചെയ്ത് മീൻസ് കവർ ചെയ്തിട്ടായില്ലേ, അതുകൊണ്ട് ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി. കയ്യിലെ നന്നായിട്ട് വാഷ് ചെയ്യണം. വേണ്ട എൻ്റെ അത്ര കുറേയെല്ലാം കഴുകിയിട്ട് പോയി. ഇനിയിപ്പം വീണ്ടും കഴുകണം. അങ്ങനെ ഇതാണ് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ. അടിഭാഗം ഞാൻ കാണിക്കുന്നില്ല, ഫുള്ള് കച്ചറയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. കിച്ചണിലും വാഷ്റൂമിലും ടൈൽസ് തന്നെ. ചുമര് മൊത്തം ടൈൽസ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ആടെയൊന്നും പെയിന്റ് അടിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടാ. ഇത്ര മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതോട് കൂടിയിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അറേഞ്ച്മെന്റ് ആണ്. പെയിന്റ് അടിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ഇതെല്ലാം ലെവലാക്കി നേരെ വെക്കലാന്ന് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇന്ന് ഫുഡ് ഓർഡർ ചെയ്തത് അനുവിന് അധികം ബിരിയാണി. ഞാനും ബിരിയാണീൻ്റെ ആളാണ്, പക്ഷെ മടുത്തു. സത്യം പറഞ്ഞാൽ മടുത്തു. അന്നേരം അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് വിചാരിച്ചു ഗീ റൈസ് വാങ്ങിക്കാന്ന്. ഗീ റൈസ് ബീഫ് കറി വാങ്ങിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഒരു ബിരിയാണി വാങ്ങിച്ചു. നമുക്ക് 2 എണ്ണം മതി, ധാരാളം. കാരണം നമ്മൾ 3 ആൾക്കും 2 എണ്ണം ധാരാളമാണ്. അന്നേരം ഇത് 2 വാങ്ങിച്ചിട്ട് എല്ലാവരും കൂട്ട് നമ്മൾ 3 ആളും കൂടി ഷെയർ ഇട്ടിട്ട് കഴിക്കാന്ന് വിചാരിച്ചു കേട്ടാ. ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട്. നിറച്ചും തലയിൽ ഇപ്പം മുകളിലൊരു പ്രാവശ്യം റൂമിൽ 2 റൂമിൽ മുകളിൽ വശത്ത് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത്. അന്നേരം ഫുള്ള് മുടിക്കൊക്കെ. അന്നേരം ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് തുണിയെല്ലാം കവർ ചെയ്തിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ മുടിക്കെല്ലാവുന്നത്. ഇപ്പൊ ഒരു ചെറിയൊരു തുള്ളി വീണതേ ഉള്ളൂ അവിടെ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല.
അങ്ങനെ നമ്മ ഫുഡെല്ലാം കഴിച്ചിട്ടിരിക്കുന്ന സമയത്ത് അജയേട്ടൻ വന്നുവേ. ബാക്കിയുള്ള അറേഞ്ച്മെൻ്റെല്ലാം അജയേട്ടൻ ചെയ്ത് തന്നു ട്ടാ. അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷെല്ലായി സെറ്റായിട്ട് വന്നു. ബാക്കി അറേഞ്ച് ചെയ്തിട്ടുള്ള ഇതാണ് കേട്ടാ. ഇവിടെയെല്ലാം കുറച്ച് ഇതെല്ലാം ചേഞ്ച് ചെയ്യാനുണ്ട്. അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് അത് ചേഞ്ച് ചെയ്തിട്ട് വേറെതവിടെ ഒട്ടിക്കണം. അങ്ങനെയുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഫുള്ള് അതത് പ്ലേസിൽ എടുത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചുവേ. പിന്നെ ചേട്ടൻ പറഞ്ഞു എന്തായാലും ഇറങ്ങാം, നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഒന്ന് കുറച്ച് ദിവസമായി 2-3 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങാത്തത്. ഞാനിങ്ങനെ നോക്കുന്ന സമയത്താണ് ആ സൈഡിൽ ഞാൻ ഈ പെയിന്റ് പറ്റിയത് ഞാൻ കണ്ടിട്ടില്ല. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കണ്ടത്. വേഗം അത് എടുത്ത് കളഞ്ഞു ട്ടാ. എന്നിട്ട് ഒട്ടും വിചാരിക്കാണ്ട് മറ്റേ കൈ നോക്കുമ്പോൾ ഉണ്ട് അവിടെയും. എന്നിട്ട് അങ്ങനെ അതെല്ലാം ഇതാക്കി സെറ്റാക്കി. അപ്പോഴേക്കും അനുവാദിയും ഫുള്ള് റെഡിയായി. അപ്പോൾ വൈകുന്നേരം ആയതേ ഇല്ലൂ ട്ടാ. വൈകുന്നേരം ശരിക്കും ആവുന്നത്രേ. നമ്മൾ കുറച്ച് നേരത്തെ ഫിനിഷ് ചെയ്തിട്ട് നിന്നതാണ്. പിന്നെ പോകുന്ന വഴിക്ക് ജ്യൂസും അങ്ങനത്തെല്ലാം വാങ്ങിച്ച് തന്നിട്ട് പിന്നെ നേരെ ഒന്ന് പർച്ചേസിങ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടേ. അനുവിനെയധികം അതിൻ്റെ ഇടയിൽ അജയേട്ടനൊരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിനി. അന്നേരം കുറച്ച് ചില്ലറ പൈസ അനുവിനെയധികം കൊടുത്തിന്. എന്നാ വേണ്ടത് പറഞ്ഞാൽ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട്. അന്നേരം അങ്ങനെ ടോയ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ കാര്യം ഇങ്ങനെയല്ലേ. ആദ്യം തന്നെ കയറുന്നത് തന്നെ ടോയ്സിൻ്റെ സെക്ഷനിലേക്കാണ്. ഇവർക്കിത് കണ്ടിട്ട് ഏതെടുക്കണ്ട് എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടാ. അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, അതെടുക്കുന്നു ഇതെടുക്കുന്നു. അങ്ങനെ ഏകദേശം അവരെ കയ്യിലുള്ള ബഡ്ജറ്റ് അവർക്ക് അറിയുന്നതുകൊണ്ട് അവരതിന് കണക്കായിട്ടുള്ളത് വാങ്ങിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടാണ് പോയത് കേട്ടാ. വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ 2 അൺബോക്സിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടാ. പിന്നെ വെറുതെ ഇരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഓക്കെ എന്ന് പറയുകയും ചെയ്തുവേ. അവസാനം കാറിന്റെ ഹാൻഡ് റെസ്റ്റിന്റെ മുകളിലെല്ലാം ഉണ്ട് കേട്ടോ പാവനെ ഇരുത്തിയിട്ട്. പിന്നെ വീട്ടിലെത്തി പിന്നെ ഒന്നും കൂടി ഒന്ന് ഫ്രഷ് ആയിട്ട് രാത്രിയാകുമ്പം മെല്ലെ എല്ലാവരും കൂട്ടി വീണ്ടും ഒന്ന് പുറത്തിറങ്ങി. പിന്നെ നാളെ ചേട്ടന് ലീവാണ്. അന്നേരം പിന്നെ വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കേട്ടാ. പിന്നെ അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് ഫുഡെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിനി. ആടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് കഴിക്കാമെന്ന്. പൊതുവേ നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസിലൊന്നാണ് കേട്ടോ ഈട. തണുപ്പെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫുഡെല്ലാം മേടിച്ച് ഒരു ഫ്ലാസ്കിൽ കട്ടൻ ചായ എല്ലാം എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ചായ എല്ലാം കുടിക്കുവേ. നല്ല വൈബാണ് കേട്ടോ. കാരണം എല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. എല്ലാവരും മീൻസ് നമ്മൾ 4 ആൾ തന്നെ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്ന് ഇവിടെ കുറച്ച് സമയം കുറച്ച് സമയം കളിക്കെല്ലാം ചെയ്തിട്ട് വീട്ടിലേക്ക് പോകും. നല്ല നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ അകത്ത് പാർക്കെല്ലാം ഉണ്ട്. അങ്ങനെ വലിയ വലിയ റൈഡൊന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ കുറച്ച് പാർക്കുകളും ഉണ്ട്. അന്നേരം പിന്നെ അവിടെ പോയിട്ട് അനുമതി ഇരുന്ന് കളിക്കുകയും ചെയ്യും. പിന്നെ പാർക്കിങ്ങിന് വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെല്ലാന്നേ. അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല കേട്ടാ. വലിയ വലിയ റൈഡൊന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ല. കുറച്ചൊരു കാമായിട്ടുള്ളൊരു പ്ലേസാണ്. പക്ഷേ അധികം തിരക്കുണ്ടാവുന്നതാണ്. ഇപ്പം എനിക്ക് ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം തിരക്കൊന്നും ഇല്ലാത്തത്. പിന്നെ അനുവാദി ഇങ്ങനെ കുറച്ച് സമയം അവിടെ ടൈം സ്പെൻഡ് ചെയ്തുവേ. അനുവിനെ അധികം ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വരാൻ വലിയ മടിയാണ്. അതിൻ്റെ ഇടയിൽ അജയേട്ടനൊരു മൊബൈൽ മേടിച്ചിനെ. അന്നേരം അതിൻ്റെ ഒരു ഗമയാണ് ഈ കളിക്കുന്നത്. ഫോട്ടോ എടുക്കാനൊന്നും മൂപ്പർക്ക് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ അതിൽ നല്ല ക്ലിയർ ഉണ്ട്. ഐഫോണിൽ വലിയ നിൻ്റെത് അത്ര പോരാന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കെണിയാക്കിയിട്ട് ഇപ്പം അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഷാർജ എയർപോർട്ട് വരുന്നത്. എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റിനെല്ലാം സൂം ചെയ്തിട്ട് അതിൽ നിന്ന് ക്യാമറ വീഡിയോ എടുക്കാനെല്ലാം നോക്കുന്നതാണ്. പിന്നെ എനിക്ക് എടുത്തത് ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടാ. അന്നേരം അങ്ങ് അവിടെ കാണുന്ന ഒരു ഇതില്ലേ വൈറ്റ് കളർ ഇപ്പം കണ്ടിട്ടുണ്ടായിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലെ ആ ഒരു കോലാണ് ഫോട്ടോ എടുത്തത്. അതെനിക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു കേട്ടാ. കുറച്ച് ഷോ എല്ലാം കളിക്കുന്നുണ്ട് പുതിയ ഫോൺ കിട്ടിയതിൻ്റെത്. ആകാശത്തിൻ്റെയും നക്ഷത്രത്തിൻ്റെല്ലാം വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ആ ഫോണും കുറച്ച് സമയം താ, ഞാൻ കുറച്ച് വീഡിയോ എടുക്കിട്ട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെയും പിള്ളേർതെല്ലാം കുറച്ച് വീഡിയോസ് ആ ഫോണിൽ എടുത്തു കേട്ടാ. നമുക്ക് നോക്കാമല്ലോ ആരുത് ഭംഗി എന്നുള്ളത് നല്ല പറഞ്ഞിട്ടാണ് എടുത്തതേ. പക്ഷെ നല്ലത് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. രാത്രിയിലെ വീഡിയോ എടുക്കുന്നതിലാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ആ കുറച്ച് സമയം ആ ഫോണിൽ തന്നെ ഞാൻ വീഡിയോ എടുത്തുവേ. കുറേ സമയം എന്നല്ല, എന്നാലും കുറച്ച് സമയത്തേക്ക് ഇതെല്ലാം ഞാൻ ആ ഫോണിലെടുത്ത വീഡിയോ ആണേ.
നല്ല ചൂടെല്ലാം ഉണ്ട് കേട്ടാ. പക്ഷെ നമ്മ കുറച്ച് സമയം ആ ചൂടത്തിരിക്കുമ്പം നമ്മ ആ ഒരു ചൂടങ്ങ് അഡാപ്റ്റ് ആവുമല്ലോ. അങ്ങനെയാണ് ഇപ്പത്തെ സീനുള്ളത്. ആദ്യം കുറച്ച് സമയം വേർത്തൊലിച്ചിനി, പിന്നെ അതങ്ങ് ബോഡിയുമായിട്ട് അങ്ങ് സെറ്റായി, പിന്നെ വലിയ ചൂടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ആടുന്ന് കളിയെല്ലാം കഴിഞ്ഞ് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും അജയേട്ടൻ പുറത്ത് ഇത് എന്താ പറയാ ചെയറും ടേബിളും എല്ലാം സെറ്റാക്കിനി. നമ്മൾ ഫുഡെല്ലാം വാങ്ങിച്ചിട്ടാ വന്നിനി പറഞ്ഞിട്ടെ, അന്നേരം അതെല്ലാം കഴിക്കാലോ എന്ന് പറഞ്ഞിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് അജയേട്ടൻ ആടെ ഇരുന്നു കേട്ടാ. നമ്മ മെല്ലെ നടന്ന് വന്ന് വേഗം ആടെ പോയിട്ട് ഇരുന്നിട്ട് ഫുഡെല്ലാം കഴിക്കാനുള്ള പ്ലാനിങ്ങിലായേ. അനു ആദ്യം അതിന്റെ മുകളിൽ കയറിയിട്ട് ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട് അജയേട്ടൻ നടന്ന് വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. എന്നാ ആ മോണിക്ക എന്നുള്ള പാട്ടില്ലേ, അതിന്റെ അവരെന്നെ പാടി അവരെന്നെ ഡാൻസ് കളിക്കുന്നത് എന്നിട്ട് അതൊക്കെ കാണുന്നത്. എനിക്കിപ്പോൾ വീഡിയോയിൽ ഈ പാട്ട് ആഡ് ആക്കാനാവില്ല. നിങ്ങൾ ഈ സ്റ്റെപ്പ് കാണുമ്പോൾ നിങ്ങൾ ആ ഒരു പാട്ട് നിങ്ങളെ മനസ്സിൽ ചിന്തിച്ചിട്ട് അതൊന്ന് നോക്കിയാൽ മതി കേട്ടാ. എന്തെല്ലോ കളിക്കുന്നുണ്ട് രണ്ടുപേരും. പിന്നെ ഫുഡെല്ലാം കഴിച്ച് അവിടെയുള്ള വേസ്റ്റ് ഒക്കെ എടുത്ത് വേസ്റ്റ് ബിന്നിലിടാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടി പോയിട്ടുണ്ട്. ഈ സ്ഥലം അവർക്ക് നല്ല പരിചയമുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് അത്ര പേടിയില്ല കേട്ടോ. പൊതുവേ ഇവർക്ക് അങ്ങനെ പരിചയമില്ലാത്ത സ്ഥലത്തെല്ലാം പോകാൻ ഒരു മടിയും പേടിയെല്ലാം ആണ്. പക്ഷെ ഇത് പിന്നെ അറിയുന്ന സ്ഥലമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വേസ്റ്റ് ബിന്നിലെല്ലാം ഇട്ടിട്ട് വലിയ രാജാക്കന്മാരെ കണക്കെല്ലാം എല്ലാം നടത്തിട്ട് വരുന്നുണ്ട്. പള്ള വെച്ചു. അതാ അതാ എടുത്തോ 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 ആദ്യം. പിന്നെ നമ്മ നേരെ വീട്ടിലേക്ക് വിട്ടുട്ടാ. ഈ കാണുന്നതാണ് കേട്ടോ ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ട്. രാത്രി നല്ലോണം വൈദ്യനെയാ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്ന് അനുവിനെ ആദ്യം വാങ്ങിച്ചു കൊടുത്തേ ടോയ്സിന്റെ വീഡിയോ ഇതിൽ ആഡാക്കാം കേട്ടാ. അൺബോക്സിംഗ് ഒന്നും അല്ലേ, ഓൾറെഡി അൺബോക്സിംഗ് എല്ലാം കഴിഞ്ഞു. ഇതിപ്പം ഞാൻ ഇത് ഫുൾ മിക്സ് ആയിട്ടായില്ല, എന്നാലും കുഴപ്പമില്ല, ഒരു വീഡിയോയിൽ അതും കൂടി ആഡാക്കാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ചിട്ട് വണ്ടിയിൽ നമുക്ക് വേറെ കുറച്ച് പരിപാടികൾ ഉണ്ടായിനി, സാധനം വാങ്ങിക്കാനോ അതിനെല്ലാം പോകാനുണ്ടായി. ഇവർ ആദ്യം ഇത് വാങ്ങിച്ച് സെറ്റാക്കിയിട്ട് വണ്ടിയിൽ വെച്ചിട്ടുണ്ടായി. അന്നേരം ഇതിങ്ങനെ നോക്കി വെള്ളം ഇറക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു ഓപ്പൺ ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു ആ ഓക്കെ ഓപ്പൺ ചെയ്ത്. അന്നേരം എന്റെ മൈൻഡിൽ ഉണ്ടായിട്ടില്ല കേട്ടോ ഒരു അൺബോക്സിങ് എന്നുള്ളൊരു വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ആക്കാന്ന്. കാരണം ഞാൻ ആ സമയത്ത് ഇവരെ ആ ഒരു മൈൻഡ് മാത്രമേ എന്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ. പാവങ്ങളല്ലേ, ഇതൊരു സാധനം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു അത് മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ പൊട്ടിച്ച് ഓപ്പൺ ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവരത് ഓപ്പൺ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ അവർ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് 2 ഡോള്, ഈ വയറ്റിന് ഞെക്കുമ്പോൾ പാട്ട് പാടുന്നതല്ലേ, അത് കുറച്ച് വലിയ സൈസിലൊരു ഡോള്. പിന്നെ പപ്പിവേ അങ്ങനത്തെ ഒരു പാട്ട് പാടുന്നതല്ലേ, ഒരു പൊതുവേലെല്ലാം ഉണ്ടാവുന്ന ഒരു ടൈപ്പ്, അതിന്റെ ഒരു ഡോള്. അത് പാട്ടെല്ലാം പാടുന്നത് വീട്ടിലെത്തിയതിനു ശേഷമാണ് കേട്ടോ മനസ്സിലാവുന്നത്. വായിക്കുമ്പോ ഇതൊന്നും ഉണ്ടായിട്ടില്ല, അല്ല ഇതൊന്നും നോക്കിയിട്ടുണ്ടായിട്ടില്ല. അത് ഒരു ഡോളും പിന്നെ ഒരു കിച്ചൺ സെറ്റ്, 2 ഡോള് മേടിച്ചു അവർ രണ്ടാളും. സെയിം ആയിട്ടുള്ള ഒരു ഡോള് മേടിച്ചു, പിന്നെ ഒരു കിച്ചൺ സെറ്റ് വാങ്ങിച്ചു, പിന്നെ ഒരു ഡോക്ടറെ സെറ്റ് മേടിച്ചു. സംഭവം ചെറിയ കുട്ടികളാണ്, 4-5 വയസ്സിലെ പിള്ളേർക്ക് കളിക്കേണ്ട സാധനമാണ്. പക്ഷെ എന്നാലും പിള്ളേർതല്ലേ, പിള്ളേരാവുമ്പം പിള്ളേർക്ക് ഇനിയിപ്പോ 10 വയസ്സാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അനുവിനെ അധികം ആ ഒരു മീൻസ് എന്തായാലും ആ ഒരു മൈൻഡ് അല്ലേ. നമുക്കും ചില സാധനങ്ങൾ നമുക്ക് പണ്ട് കിട്ടാത്തത് ഇപ്പൊ കാണുമ്പോൾ നമുക്കൊരു പണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അതിപ്പോ ഫുൾ മിക്സ് ആക്കിയിട്ടായില്ലേ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് പാക്ക് ഓപ്പൺ ചെയ്യുന്നു അങ്ങനത്തെ ഒന്നും വീഡിയോ അല്ല കേട്ടാ. ജസ്റ്റ് അവർ ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരും എന്തും സാധനം എന്നില്ല, അവരെ സാധനമല്ലേ, അവരെന്നെ പറയട്ടെ എന്നാ സാധനം എന്നുള്ളത്. പിന്നെ അത് ശരിക്കും ഞാൻ തന്നെ ശരിക്കും എന്തെന്നാ ഏതാണെന്നൊന്നും അറിയില്ല. ഞാൻ തന്നെ കണ്ടില്ല, ഞാൻ ആ ഡോള് നോക്കിയതല്ലാണ്ട് ബാക്കിയുള്ള സംഭവങ്ങളിൽ എന്താണെന്നൊന്നും എനക്കും അറിയില്ല കേട്ടാ. എന്തായാലും ഞാൻ മൈക്ക് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഓക്കെ, ഞാൻ മേടിച്ച ആദ്യത്തെ ടോയ് ഇതാണ്. എന്ത് ചെയ്താ ഇതിന് കാലിന് ഷൂ ഒക്കെ ഉണ്ട്, ബൂട്ട്സ് ഒക്കെ ഉണ്ട്. എനിക്കില്ല കേട്ടോ, ഉണ്ടായില്ല. ഇനി ഞങ്ങള് ഡോക്ടർ സെറ്റും കൂടി വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഡോക്ടർ സെറ്റും കിച്ചൺ സെറ്റും. ഇത് കിച്ചൺ സെറ്റ് അല്ല, ഡോക്ടർ സെറ്റ്. ഇത് എനിക്ക് ഡോക്ടറിന്റെ ആ സെറ്റിൽ കിട്ടിയതാണ് കേട്ടോ. ഒരു ഗ്ലാസ്
കാല് മാറ്റി. ഇത് ഒരു പ്ലേറ്റ് ആണ് കേട്ടോ. ഇത് മറ്റേ ഇഞ്ചക്ഷൻ ഒക്കെ വെക്കാനുള്ള ഒരു. പിന്നെ ഇത് പല്ല്. പിന്നെ പിന്നെ ഒരു കോമ്പ്. ഇത് പെട്ടിയാണ് കേട്ടോ ഇതിലുള്ളത്. ശരിക്കും ഇത് ഈ ഡോക്ടർ സെറ്റില് കിട്ടിയത് ചെറിയ കോമ്പാണ്. ഇത് മരുന്ന് കുടിക്കുമ്പോ എടുക്കുന്ന സിരിഞ്ച് കേട്ടോ. സിറിഞ്ച് അല്ല, ഇഞ്ചക്ഷൻ അല്ല. ഇത് നോക്ക്, ഇത് നമുക്ക് കോമ്പാണ്. അത് ഡോക്ടർ സെറ്റിൽ കിട്ടിയതാണ്. അപ്പൊ ഇത് ഞങ്ങൾ ഈ ഡാളിന് വേണ്ടിട്ട് യൂസ് ചെയ്ത്. ഇതൊരു ചെറിയ പിള്ളേരുടെ കണ്ണാടിയാണ്, പക്ഷെ നമുക്ക് സൈസ് ഇതൊരു ഡാളാണ്. അത് ഈ ഡോക്ടർ സെറ്റിൽ കിട്ടിയ. അപ്പൊ ഇത് നമ്മളെ ഇതിന്റെ ഡോളാണ്. ഇത് ഡോള്. ഇതൊരു സീസറാണ്. ഇപ്പൊ നമ്മള് ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോ യൂസ് ചെയ്യുന്ന സീസേഴ്സ് ആണ്. ഇതെന്തെന്ന് അറിയൂല. ഇത് ലൈറ്റ് ആണ് എന്നാ തോന്നുന്നത്. ഇത് പിന്നെ 2 മെഡിസിൻസ്. മെഡിസിൻ. അപ്പൊ നമ്മളെ ഡോക്ടർ സെറ്റ് ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പൊ ഞങ്ങള് കിച്ചൺ സെറ്റ് കാണിച്ചു തരാം. ഇതൊരു കിച്ചൺ സെറ്റ്. ഇതൊരു വാട്ടർ ഇങ്ങനെ വരും കേട്ടോ. ഇത് ഇവിടെ ആണ്. ഇത് സിങ്ക്. ഇതില് വാട്ടർ ഫില്ല് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ആക്കുമ്പോ വാട്ടർ ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുത്താല് അത് വെള്ളം വരും. കണ്ടോ, ഇങ്ങനെ ആക്കിയാല് വെള്ളം വരും. പക്ഷെ ആവുന്നുണ്ട് കേട്ടോ താഴെ. അതുകൊണ്ട് കുറച്ച് മാത്രമേ വെള്ളം വരുന്നുള്ളൂ. പിന്നെ ഇതൊരു ഹാൻഡ് വാഷ് ആണ് കേട്ടോ. പിന്നെ ഇതൊരു സ്വീറ്റ് ടൈം. ഇതൊരു 99% നാച്ചുറൽ. ഇതൊരു കത്തിയാണ് കേട്ടോ. ക്യൂട്ട് ആയിട്ടില്ലേ, ഒരു മീനിന്റെ കത്തി. അതെ, ഇതൊരു ഡസ്റ്റ്ബിൻ ആണ്. പിന്നെ ഇത് വെജിറ്റബിൾസ്. ഇത് ഒരു പ്ലേറ്റ്. കുറെ പ്ലേറ്റ് ഉണ്ട് കേട്ടോ. ഇതൊരു പാൻ ആണ് കേട്ടോ. പിന്നെ ഫുഡൊക്കെ ഇവിടെ ഉണ്ട്. അല്ലാണ്ട് ടൊമാറ്റോ അങ്ങനത്തെ റൗണ്ടിൽ ശരിക്കും അല്ല. ഇതൊരു കാർഡ്ബോർഡിന്റെ കഷ്ണം അവരാക്കിയതാണ്. ചിക്കൻ. ഇത് മറ്റേ ചിക്കൻ. പിന്നെ എന്തെല്ലോ സാധനം, ബ്രെഡും മറ്റേ സോസേജ്, ബ്രക്കോളി, ഓംലെറ്റ്, നൂഡിൽസ്, ചോപ്സ്റ്റിക്. ഞങ്ങളിപ്പോ നൂഡിൽസ് ഒക്കെ തിന്നുമ്പോ. പിന്നെ ഇത് ആദ്യം അത് 3 ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഹാൻഡ് വാഷ്, ഒരു അയ്യോ, പിന്നെ ഒരു കപ്പ്. ഇത് എല്ലാം കൂടിയിട്ട് 1 2 3 4 ഉണ്ട് കേട്ടോ. 4 ഉണ്ട്. ഇതൊരു സ്പൂണാണ് ഫ്രണ്ട്സ്. സ്പൂൺ. ഇതൊരു വലിയ പ്ലേറ്റ് ആണ് കേട്ടോ. കണ്ടോ, ഇത് ബ്ലൂ വെയിലിനെ പോലത്തെ ഒരു പ്ലേറ്റ് ആണ്. പക്ഷെ ഇതിന് ഒരു കണ്ണില്ല കേട്ടോ. കണ്ണില്ലാണ്ട് പിന്നെ കപ്പ കണ്ണില്ലാത്ത. പിന്നെ മറ്റേ അല്ല, സ്പൂണ് കാണിച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇത്രയില്ല. ചെറിയ കിച്ചൺ സെറ്റാണ്. ഇതാ എല്ലാം കാണിച്ചു കൊടുത്തു. ഇത്രയില്ല കേട്ടോ നമ്മളെ ഡോളിന്റെ. ഇത് ഒന്നുമില്ല, ഇത്ര മാത്രമേ ഇല്ല നമ്മളെ വീഡിയോ ഇട്ടാ. ബൈ ബൈ. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഈ ഡേ ഇൻ മൈ ലൈഫ് കുറച്ച് ബിസി ആയിപ്പോയല്ലേ. എന്തായാലും ഈ വീഡിയോ കണ്ടവരെല്ലാവരും ഒന്ന് കമന്റ് ഇടണം കേട്ടോ, എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നാ പിന്നെ അടുത്ത വീഡിയോയിൽ നമ്മളെല്ലാവരും കൂട്ട് ഒന്നിച്ച് വരാം. ഓക്കെ, എന്നാല് ബൈ.